ഹായ്, എന്തൊക്കെയുണ്ട്? അപ്പം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, ഒരു ലാസ്റ്റ് മിനിറ്റ് ഷടപടേ എന്നുള്ളൊരു പോക്കാണ്. എനിക്കിന്നൊരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച് പോകണമെന്ന്, പിന്നെ വിചാരിച്ച് പോകണ്ട, അങ്ങനെ രണ്ട് മനസ്സിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞ് വേഗം മാറ്റിക്കോ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി കുളിയെല്ലാം കഴിഞ്ഞ് അയണൊക്കെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി മാറ്റിയിട്ട് വരാം. അങ്ങനെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാറ്റലും കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് കൺമഷിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മുടിയൊക്കെ നനഞ്ഞിട്ടാണുള്ളത്. കുളി വേഗം കഴിഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയുക, പെട്ടെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് മാറ്റലെല്ലാം കൊണ്ട് മുടി ഉണങ്ങാനുള്ള സമയമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളിനിയിപ്പം കല്യാണത്തിന് പോകാണ്ടിരിക്കലും മോശമാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് പച്ചിലക്കാട് കയറണം. പച്ചിലക്കാട് നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പയും വരുന്നുണ്ട്. അപ്പം ഓളൊപ്പം ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മളിപ്പോൾ നടന്ന് കുതാമെത്തണം. വലിയൊരു പോത്ത് നോക്കിക്കുന്നുണ്ട്. കുത്താനാണോ തിരിഞ്ഞില്ല, ഓടാൻ കൂടി കഴിയൂല. ഗൈസ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് നേരത്തെ പോന്നു. അവിടെ പോയിട്ട് വലിയ വലിയ ക്ലിപ്പിങ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ കല്യാണത്തിന് പോയി വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കുറേ ഫാമിലി ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയൊക്കെ കണ്ടു, സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് നേരെ വന്നു കേട്ടോ. ഇതിപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പം വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിട്ട് വേണം വല്യപ്പാൻ്റെ അടുത്തൊന്ന് പോകണം. ആ വല്യപ്പാക്ക് സുഖമില്ല, അപ്പോൾ അങ്ങനെ വല്യപ്പാനെ കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കല്യാണത്തിൻ്റെ മെയിനായിട്ടിലൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. പൊരിഞ്ഞ വെയില. അവിടെ എത്തുമ്പോഴത്തേന് ഉണക്കാനിട്ട് സ്ഥിരീകരിക്കും ഗൈസ്. അപ്പം നമ്മൾ വല്യപ്പാനെ കാണാൻ പോകുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്നും പോകുന്ന റോഡല്ല, ഇന്ന് മാറ്റി പിടിച്ചു. ഇതിപ്പോൾ വേറെ വഴിയാട്ടോ. കാണുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കണ്ടോ? അപ്പം ഇതാണ് സ്ഥലം. കല്യാണത്തിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നു, കല്യാണത്തിന് ഞാൻ രാവിലെ മാറ്റുമ്പോൾ വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ എടുക്കണം. അതായത് എന്താ പറയുക, വ്ളോഗ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫസ്റ്റിനെ റെഡി ആവുന്ന വീഡിയോയും കുറച്ച് ടച്ചപ്പ് മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ ഷോട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറ്റിയില്ല. കാരണം എന്താ പറയുക, എന്താണെന്നറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല. അതായത് ഇങ്ങനെ പെട്ടെന്നില്ലായിരുന്നു പോയത്. അപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചത് പെട്ടെന്ന് ചാടിക്കറി പോയി. അങ്ങനെ പിന്നെ പെട്ടെന്ന് മാറ്റലും കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവളെ വിളിയും വന്നു, പിന്നെ പോക്കും കഴിഞ്ഞ്. പിന്നെ അവിടുന്ന് എന്താ അറിയില്ല, വ്ളോഗ് എടുക്കാനൊരു ഇതില്ലായിരുന്നു. അപ്പോൾ പിന്നെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും പകുതി എടുത്തു വെച്ചിരിക്കുന്നു. പ്രതീക്ഷ പോലെ ഈ ഒരു വ്ളോഗ് ആയില്ല എന്ന് എനിക്കറിയാം. അതായത് ഞാൻ വിചാരിച്ചങ്ങനെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യുന്നൊക്കെ കാണിച്ച് എന്നിട്ട് പിന്നെ പോകുന്നതും വരുന്നതും അവിടുത്തെ ക്ലിപ്സും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെങ്കിൽ ഒന്നും തന്നെ നടന്നില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതേ പോന്നു മൈ മമ്മി. ഗൈസ് നമ്മളിവിടെ എത്തി. സംഭവം കാണിച്ചിടാം. കംപ്ലിമോസ് ചിലപ്പോൾ മറ്റേ ഓനയാണോ എന്തോ അല്ലേ. കംപ്ലിമോസ് കിട്ടി. നമുക്കിത് പൊളിക്കാം. അതിന്
ഉടമകളുള്ള സ്ഥലമാണ് ഉട്ടാപ്പി. ചില സൈഡ് മാത്രമല്ലേ ഉണ്ട്. എൻ്റെ ബൈക്ക് എല്ലാം ഒരു ഓർമ്മയായി. നമ്മൾ തിരിച്ചു പോവുകയാണ്. പുതിയ ഹെൽമെറ്റ് വാങ്ങണം. നമ്മൾ അതിൽ കൂടെ കട്ടറായിട്ട് നമ്മൾ പനവത്തിൽ കൂടെ എടുത്ത് പോന്നു. ശരി. ഹേ ഗൈസ്, അപ്പം ഞാൻ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും നടന്നിക്കില്ല. അതായത് ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ രാവിലെ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ പോകുമ്പോൾ അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് നടക്കാണ്ട് പോയത്. അങ്ങനെ നമ്മുടെ ചാനലിൽ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കേട്ടോ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.